മാറ്റമില്ലാതെ ഗാർഹിക സിലിണ്ടർ വില. വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് എണ്ണ കമ്പനികൾ നിയന്ത്രണം കടുപ്പിച്ചതിൽ വലഞ്ഞു ജനങ്ങൾ. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോഗ്രാം LPG സിലിണ്ടർ വില കുറച്ചിരുന്നു. വിലക്കയറ്റത്തിൽ വീർപ്പുമുട്ടുന്ന സാധാരണക്കാർക്ക് ഇരട്ടിപ്രഹരമായി ഗാർഹിക സിലിണ്ടർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന വിലയിലാണ് ഇപ്പോൾ ഗാർഹിക സിലിണ്ടർ വില നിൽക്കുന്നത്. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 10 കിലോഗ്രാം LPG സിലിണ്ടർ വില കഴിഞ്ഞ ദിവസമാണ് കുറച്ചത്. 180 രൂപ കുറഞ്ഞ് 2951 രൂപയായിരുന്നു. എന്നാൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14 കിലോഗ്രാം LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ലാത്തത് വലിയ കഷ്ടമായി തുടരുന്നു. ഈ വർഷം ആദ്യമായാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 1000-ഓളം രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇത് ഹോട്ടൽ മേഖലയ്ക്ക് ഇന്നത്തെ വിലക്കുറവിലൂടെ നേരിയ ആശ്വാസം മാത്രം ലഭിച്ചിട്ടുണ്ട്. വിവിധ നഗരങ്ങളിൽ 173 രൂപ മുതൽ 183 രൂപ 50 പൈസ വരെയുള്ള കുറവാണ് രേഖപ്പെടുത്തുന്നത്. 10 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറുകൾക്ക് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് വലിയ ആശ്വാസകരമായ മാറ്റമാണെന്നും വ്യാപാരികൾ പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെയാണ് വാണിജ്യ സിലിണ്ടർ വില കുതിച്ചുയർന്നത്. അങ്ങനെ 3000-ന് മുകളിലേക്കും എത്തി. US-ഉം ഇറാനും തമ്മിൽ 60 ദിവസത്തെ പുതിയ വെടിനിർത്തൽ കരാർ വന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ഗണ്യമായി ഇടിയുന്നതും കണ്ടിരുന്നു. എന്തായാലും ഇപ്പോൾ സാധാരണഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. രാജ്യത്ത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14 കിലോ പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ലാതെ തുടരുന്നത് മാത്രമാണ് ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. കേരളത്തിൽ ഗാർഹിക സിലിണ്ടറിന് ഏകദേശം 900 രൂപ മുതൽ 950 വരെയാണ് ഈടാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂണിലാകട്ടെ 860 രൂപയായിരുന്നു ഗാർഹിക സിലിണ്ടറിന് വില. എന്നാൽ ഇപ്പോൾ 950 രൂപയിലേക്ക് എത്തി. കഴിഞ്ഞ വർഷം ഗാർഹിക സിലിണ്ടറിന് 50 രൂപ കൂടിയപ്പോൾ 2024-ൽ 100 രൂപ കുറഞ്ഞിരുന്നു. ഈ വർഷം ഇതുവരെ കൂടിയത് 89 രൂപയാണ്. 2023 മാർച്ച് 1 മുതൽ ഓഗസ്റ്റ് 29 വരെയാകട്ടെ 1110 രൂപയാണ് അടുത്ത കാലത്ത് ഗാർഹിക സിലിണ്ടർ നിരക്കിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കായി പറയുന്നത്. മാത്രമല്ല, ഗാർഹിക സിലിണ്ടർ വിതരണത്തിൽ നിയന്ത്രണം തുടരുന്നതിന് പുറമെയാണ് അടിക്കടിയുള്ള ഈ വിലവർധനവ് ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്നത്. നഗരങ്ങളിൽ 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവും കഴിഞ്ഞാലേ ഇപ്പോൾ പുതിയ സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ എന്നതും മറ്റൊരു പ്രയാസകരമായ കാര്യമാണ്. വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് എണ്ണ കമ്പനികൾ നിയന്ത്രണം കടുപ്പിച്ചത് ബുക്ക് ചെയ്ത് 5 ദിവസമായിട്ടും പല സ്ഥലങ്ങളിലും സിലിണ്ടർ ലഭിച്ചില്ലെങ്കിൽ ബുക്കിംഗ് റദ്ദാക്കുന്ന രീതിയുണ്ടെന്നും പറയുന്നു. ഉപഭോക്താവ് 5 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ബുക്ക് ചെയ്യേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ജീവനക്കാരില്ലാതെ വരികയോ എന്തെങ്കിലും കാരണവശാൽ വൈകിയോ പലർക്കും സിലിണ്ടർ കിട്ടാത്ത അവസ്ഥയുമുണ്ടെന്നും ആരോപണങ്ങൾ ശക്തമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.